ഇരിക്കായിരുന്നോ? ആരിത് വാസിച്ചായിരുന്നോ? ഞാൻ നിങ്ങളെ എവിടെയൊക്കെ നോക്കിയെന്നറിയാം. ഇത് ആരുടെ റൂമാടി? അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാടാ. ആഹാ, അമ്മൂമ്മയുടെ റൂം അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നു. ആന്റി ഒരു റൂം കൊടുത്ത്. അമ്മ ഇന്ന് അമ്മൂമ്മയുടെ കൂടെ കിടന്നോളാന്ന്. അച്ഛനാണെങ്കിൽ നാളെ രാവിലെ എടുത്തോളൂ. അതുകൊണ്ട് നമുക്ക് ഈ റൂമിൽ കിടക്കാം. ഇതാകുമ്പോൾ നല്ല വിശാല റൂം. ആ അങ്ങനെ ആട്ടാടി. എടാ അമ്മൂമ്മ എന്തിയടാ? അമ്മൂമ്മ നാമം ജപിക്കാടി. ഇപ്പൊ ഇങ്ങോട്ട് വരും. കിടക്കണേന് മുമ്പുള്ള ശീലാണേ. ആണോ? അതെ അതെ. ലച്ചു, നിന്റെ ചേച്ചിക്ക് നല്ല പട കിട്ടി കാണുമല്ലേ? പിന്നെ അല്ലാണ്ട് അമ്മ നല്ല പൊരിഞ്ഞ അടി കൊടുക്കും. രണ്ടെണ്ണം കിട്ടണം. മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കളഞ്ഞേക്കുന്നു. അതെ അതെ. ഞാൻ ശരിക്കും പേടിച്ചുപോയി. അത് ചേച്ചിനെ കിട്ടിയത് ഏകദേശം അമ്മണി വളവിന്റെ അടുത്ത് വെച്ചിട്ടാ. അങ്ങോട്ട് പോകാൻ നന്നായി. വലിയ അപകടം ഒഴിഞ്ഞു കിട്ടി. അമ്മണി വളവോ? അതെന്താടി? എടാ നിനക്കറിയില്ലേ? ആ അങ്ങനെ ഒരു വളമുണ്ട്. അവിടെ പ്രേതമുണ്ട് അത്ര. പ്രേതോ? അതെ അതെ, അവിടെ പ്രേതമുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി. എന്നാ തെളിച്ചു പറയടിയെന്ന്. പക്ഷേ ശരിക്കുള്ള കഥ ഞങ്ങൾക്കറിയില്ല. അവിടെ പ്രേതമുണ്ടെന്നറിയാം. മക്കളെ എന്താ കിടക്കാറായില്ലേ? കിടക്കാൻ പോവുമായിരുന്നു അമ്മമ്മേ. അല്ല അമ്മമ്മ, പോള് പോള്. ഇവിടെ മായേ അമ്മണി വളവിന്റെ കഥ പറയായിരുന്നു. ഒറ്റെണ്ണത്തിൽ അറിയില്ല അമ്മമ്മ. അമ്മിനി വളവോ? അതെ അതെ, അമ്മണി വളവില്ലേ, പ്രേതമൊക്കെ ഉള്ള. അത് എനിക്ക് ആ കഥ അറിയില്ല അമ്മമ്മേ. പകരം അവിടെ പ്രേതമുണ്ടെന്ന് മാത്രമേ അറിയാം. മക്കളെ ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞേ? അങ്ങനെ ചോദിച്ചു കൊടുക്കാം അമ്മമ്മേ. അവിടെ ഒരു കുന്തവും ഇല്ലെന്ന്. അത് പിന്നെ അമ്മ ആന്റിയോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ വഴിക്ക് പോകരുതെന്ന്. ആണോ? അത് സത്യമാ മക്കളെ. കുറച്ച് അപകടം പിടിച്ച വഴി തന്നെയത്. അല്ലടോ ചേർക്ക, ഉള്ളത് തന്നെ. പിന്നെ എന്താ, ഉറപ്പായും പറഞ്ഞുതരാം. ഇപ്പൊ മക്കളെ കിടക്ക്, രാവിലെ പറയാം. ഓ പറയാം പറയാം, ബഹളം വേണ്ട. കണ്ടോ, കൊച്ചിറക്കന് പേടിയാകുന്നു. എന്നാ നീ എന്നാ അപ്പുറോട്ട് പോ, പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കട്ടെ. അല്ല മക്കളെ, അമ്മണിക്കൊട്ടാരം എന്ന് പറഞ്ഞൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജകുമാരിക്ക് ഒരു രാജകുമാരനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേശവാസികളൊക്കെ കൂടി രാജകുമാരിയും രാജകുമാരനും തമ്മിലുള്ള ഇഷ്ടത്തെ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യാനാ, അമ്മണി രാജകുമാരിയെ കൊട്ടാരത്തിലിട്ട് പൂട്ടി. അങ്ങനെ ഒരു ദിവസം രാജാവ് രാജകുമാരനെ നാട് കടത്തി. അതറിഞ്ഞ അമ്മിണി റോഡിൻ്റെ വളവിൽ വന്നിരുന്നു. നല്ല മഴയായിരുന്നു. ആ മഴ മൊത്തം കൊണ്ടു. എന്നിട്ടോ അടുത്ത ദിവസം അമ്മിണി മരിച്ചു കിടന്നു. പിന്നെ അങ്ങോട്ട് ആ നാട്ടുകാർക്കും ആ ദേശവാസികൾക്കും ഒരു സമാധാനം അവൾ കൊടുത്തിട്ടില്ല. വരുന്നവരൊക്കെ പേടിപ്പിച്ചു കൊടുത്തു. ആ ഒന്നേ വന്നേ, മക്കളൊക്കെ പോയി കിടന്നുറങ്ങിയിട്ട്. സംസാരിക്കാൻ വരെ തോന്നിപ്പോയി. എല്ലാരോടും പറഞ്ഞു പറഞ്ഞ ആ പാവത്തിനെ പ്രേതാക്കിയതായിരിക്കും. ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടാ? മതി മതി, ഈ വക ടോക്കൊന്നും ഇവിടെ വേണ്ട. പോയി കിടന്നുറങ്ങും. ഓ ശരി ശരി. എന്താണെന്നാടി ഒരു സൗണ്ട് കേട്ടത്? ആദ്യം ഇവിടെ ഇട്ടുണ്ണിച്ചേട്ടൻ്റെ കടയാടാ, ഐസ്ക്രീം കട. അത് രാത്രിയിലാണ് തുറക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് കേൾക്കും. ഐസ്ക്രീമോ? കൊള്ളാലോ. പോയി കഴിച്ചാലോ? പോയി കിടന്നുറങ്ങടാ, കുറെ നേരമായില്ലോ. ഓ ശരി ശരി. അതെ അവനെ നോക്കിക്കേ, കണ്ണു തുറന്നുറങ്ങണുണ്ട്. രാത്രിയിൽ വരെ കണ്ണടയ്ക്കാൻ പേടിയായിരിക്കും ഭാവത്തിന്. അതുണ്ടല്ലോ, നമുക്ക് അമ്മിനി ഇവിടെ വരെ ഒന്ന് പോയാലോ? ഈ രാത്രിയിലോ? ചുമ്മാ പോകാന്നേ. എന്നാ അവിടെ ഒന്ന് അറിയാലോ. അതും പാവം അമ്മിനി. നമുക്ക് അവിടെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ എനിക്കും തോന്നുന്നു, നമുക്കൊന്ന് പോയാലോ. നമുക്കിപ്പോൾ പോയിട്ട് അരമണിക്കൂറിൽ തിരിച്ചു വരാം. അപ്പം ആരും അറിയില്ല. എങ്ങനെയുണ്ട്? ഓക്കെ സെറ്റ്, ലെറ്റ്സ് ഗോ. ടോർച്ച് എടുത്തോട്ടാ, ഒരു ഫോണും. ഓക്കെ. അത് ശരി, അവൾമാരെ എന്നെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് തോന്നണേ. അങ്ങനെ കിട്ടാൻ പറ്റൂലല്ലോ, ഞാനും പോവും. ഞാൻ ചെരുപ്പിടാത്തോണ്ട് എന്താണ്ട് പോലെ. അതെന്താ പാറ ചെരുപ്പിടാഞ്ഞേ? അതോ ചെരുപ്പ് ഫ്രണ്ടിലാണ് കിടന്നേ, അതെടുക്കാൻ പോയാൽ പിടിക്കപ്പെടും. അതുകൊണ്ട് കൊള്ളാം കൊള്ളാം. ആ വേഗം പോവാ, ആരുമില്ല എവിടെയെങ്കിലും.
ഒരു കാര്യം ചെയ്യാം, ഐസ്ക്രീമാന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങാം. ഇവനോടൊന്നും പറയണ്ട, തൽക്കാലം ആ പേര് ഇവിടെ പറയണ്ട. എടി പിള്ളേരെ, നിങ്ങളോട് ചോദിച്ചാ എന്താണ്? അത് പിന്നെ നീ ഉറങ്ങൂല? ഞാൻ ഉറങ്ങിക്കോട്ടേന്ന് വെച്ചു. ശേല എന്റെ ചങ്ക്, എന്നെ മുത്താടി നീ. എന്നാലും എനിക്ക് ഐസ്ക്രീം കഴിക്കണമായിരുന്നടി. ഞാനും വരാം. എന്നാ വാ പോവാം. എടിയേ, കുറെ നേരം അതിൽ നടക്കുന്നു. ഐസ്ക്രീം കട ഇത്ര ദൂരായിരുന്നോ? പിന്നെ അല്ലാണ്ട് നീ എന്താ വിചാരിച്ചേ? തൊട്ടടുത്താണോ? അത് തൊട്ടടുത്താണല്ലോ അത് കേട്ടത്. മിണ്ടാണ്ട് നടക്കടാ, വേഗം വാ. എല്ലാരും അറിയുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വീട്ടിൽ കറന്നതാ. വേഗം വാ. അതിപ്പോ അറിഞ്ഞാ ഐസ്ക്രീം കഴിക്കാൻ പോവല്ലേ? പാതിരാത്രി പോയാൽ നല്ല വില കിട്ടും, അപ്പൊ മനസ്സിലാവും. അല്ല കുഞ്ഞ. എടി പിള്ളേരെ, എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടാ. പേടിക്കൊന്നും വേണ്ട, വേഗം വാ. ഇല്ല കട അടച്ചു. അതെ, പിന്നെ ഐസ്ക്രീം കിട്ടിയില്ലെന്നൊന്നും പറഞ്ഞിട്ടത്. ആരുമില്ലല്ലോ ഇവിടെ. എന്തിട്ടാടി? ആ, എന്തായാലും പോയി നോക്കാം. ഇവളന്മാര് പറയണ കേട്ടാ, എന്താ പ്രേതത്തെ തേടി പോണ പോലെ. സത്യം പറയണോ? വേണ്ട വേണ്ട, വിട്ടോ വിട്ടോ. എന്റെ അറിവിൽ കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഞാൻ അതുകൂടി കഴിഞ്ഞാ നല്ല അടിപൊളി ഐസ്ക്രീം കഴിക്കാം. അല്ലേടി? അതെ. ആരാടി ഷൂ വെച്ചാ? ഞാനൊന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കും. ഇല്ലടി, ഞാൻ സത്യമായിട്ടും കേട്ടു. ആസിച്ചായോ ഓരോ സൗണ്ട് ഉണ്ടാക്കി ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കല്ലേ? അല്ലടി, ഞാൻ കേട്ടതാ. നേരെ ഇപ്പൊ ഞാനും കേട്ടു. അതിന് നേരെ ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ അമ്മിണി വളവിൽ എത്തിയല്ലോ. പിന്നെ അല്ലാണ്ട് ഞങ്ങൾ അമ്മിനിയെ കാണാൻ വന്നതാ. നീ എന്താ വിചാരിച്ചേ? ഒന്ന് പോയേടി, ഐസ്ക്രീമാന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ വാസിച്ചായി പേടിച്ചാലോന്ന് ഓർത്താ. നോണച്ച് കൂട്ടങ്ങള്. പാടി പാടി പോകാൻ പോകാം. ഇവിടെ സ്ഥലം അത്ര പന്തിയല്ല. അയ്യോ, കണ്ടിട്ട് തന്നെ പേടിയാണേ. എന്നാ വാസിച്ചായി അങ്ങ് ഒറ്റയ്ക്ക് വെക്കോ? ഞങ്ങൾ എന്തായാലും അമ്മിണിയെ കടണ്ടേ വരുവുള്ളൂ. പോടിയിരുന്നു. അമ്മിണി, അമ്മിണി, അമ്മിണിയേ, അമ്മിണി. നിന്റെ ഒക്കെ പണിയിലിരുത്തിയല്ലേ അവർക്ക് പേരിട്ടെ. അമ്മിണി അമ്മിണി പോലും. എടി പാടി പോകാടി. ഇങ്ങനെ പേടിക്കാതെ ചെറുക്ക. അതെ അതെ, മനുഷ്യന്മാരെ കുറച്ച് ധൈര്യമൊക്കെ വേണം. കഷ്ടം തന്നെ. പേടിച്ച് ബോധം പോവാടാ. അതെന്താ സൗണ്ട് കേട്ടെ? എല്ലാത്തിനെയും ഞാൻ ഇന്ന് ശരിയാക്കും. ആരും എങ്ങോട്ടും പോയില്ല. പട്ടി ഓടിയിടണ. പട്ടി അങ്ങനെ വന്ന് കടിക്കോ? എടി അവിടെ ഒരു പ്രാണം. കുറെ നേരമായില്ല. ഇതാരാ? ഏതാ? ആ നിൽക്കണാണോ വേഗം? അയ്യേ, ഇതാ വെള്ളസാരിയൊക്കെ. പ്രാതത്തെ അപമാനിക്കുന്നു. എല്ലാത്തിനെയും ചോര കുടിക്കുന്നു. ഇനി ഒറ്റൊരു വഴിയേ ഉള്ളൂ. എന്താ ചെയ്താ പറയാഞ്ഞ? മീനു കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ മിണ്ടാൻ പറ്റുന്നില്ല. ലച്ചു കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്. വാസോ നീയോ? എന്തേലും പറയടി, എങ്കിലല്ലേ കേൾക്കാൻ പറ്റൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ. എല്ലാം ഓടിക്കളഞ്ഞോ? എന്താടാ, നിനക്കത്ര പേടിയില്ലല്ലേ? നിന്നെ കൊണ്ട് ഞാൻ പോവാ. നമ്മൾ രക്ഷപ്പെട്ടു തൽക്കാലത്തേക്ക്. അതെ അതെ, മുത്തശ്ശി പറഞ്ഞ കേട്ടാ മതിയായിരുന്നു. ഇങ്ങോട്ടൊന്നും വരണ്ടായിരുന്നു. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. വാ, നമുക്ക് വേഗം പോകാം. ഇവിടെ നിന്ന് അപകടമാ. ആദ്യമായിട്ടൊരു പ്രേതത്തെ നേരിട്ട് കാണണം. ഇപ്പൊ പിടിച്ച് ചോര കുടിച്ചേനെ. അതെ അതെ, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നമുക്കിത് എന്തിന്റെ കേടായിരുന്നു. അതെ, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അബദ്ധം പറ്റിയല്ലോ. എന്നാ പോകാം, വാ. അയ്യോ, പോകല്ലേ. വാസു എന്തേ? വാസു, വാ വാ വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ, അവനെവിടെ?
പോയാലും സാരിയില്ല, അവനില്ലാണ്ട് നമ്മൾ പോകത്തില്ല. ദേ അവിടുന്ന് സൗണ്ട് കേട്ടെ. ലേ പോന്നു. സ്ഥലം കണ്ടിട്ട് എന്നെ പേടിയാവുന്നു. ഇങ്ങോട്ടൊന്നും ആരും വരാറില്ലെന്നാ തോന്നുന്നേ. ദേ നോക്കിയേ, അവനെ ആ കാണുന്ന ബംഗ്ലാവിലോട്ടാ കൊണ്ടുപോയേ. അയ്യോ, നമ്മൾ എങ്ങനെ അതിനകത്ത് കയറും? എനിക്ക് പേടിയാവുന്നു. അവനൊന്നും പറ്റാണ്ടിരുന്നു മതിയായിരുന്നു. വാ, നമുക്ക് എന്തായാലും പോയി നോക്കാം. നമുക്ക് വേറെ വഴിയില്ല. എന്റെ പൊന്നോ, എന്താ ഇത്? രാവണൻകുട്ടി കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് മേല. എങ്ങനെയെങ്കിലും അകത്ത് കിടക്കണം. വാ. ലച്ചു, ശ്വേത, മീനു, എന്താ ഇത്? നമ്മളെന്തീ കാണുന്നേ? മിണ്ടല്ലേ മിണ്ടല്ലേ. വാ, നമുക്ക് ഒച്ചെടുക്കാണ്ട് പയ്യെ പയ്യെ പോവാം. വാ, എല്ലാവരും വാ. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മൾ നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ടാ. അവനില്ലാണ്ട് നമ്മൾ തിരിച്ചു വരത്തില്ല. നമുക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. അതെ, നമുക്ക് എന്ത് സംഭവിച്ചോട്ടെ, നമുക്ക് പോവാം. രണ്ടും കൽപ്പിച്ചകത്ത് കയറാം. വാ വാ വാ, ഒച്ചനല്ലേ. എനിക്ക് പോകണം. അമ്മണി, എടി അമ്മണിയേ, ഒന്ന് വാടി. എന്തിനാടി? പ്ലീസ് അട്ടടി, പ്ലീസ്. അയച്ചു വിടടി. എന്റെ കൂട്ടുകാരെ കാണാതിരിക്കേ. എന്താ ചെയ്യാനേ ഉള്ളടി. അയച്ചു വിടടി ഒന്ന്. എന്റെ പൊന്നു, ഇതെന്ത് പ്രേതാലയം തന്നെ. ഇത് പ്രേതാലയം തന്നെയാ, അമ്മണി പ്രേതത്തിന്റെ. ആരും ഒച്ച വെക്കരുത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എങ്ങനെയെങ്കിലും നമ്മൾ അവനെ കണ്ടെത്തിയേ പറ്റൂ. പയ്യെന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കണ്ട വിളിക്കണ്ട. വിളിച്ചാൽ ചിലപ്പോൾ നമുക്കതിന് പണിയാവും. നമുക്ക് പയ്യെ സൈലന്റ് ആയിട്ട് തപ്പി കണ്ടുപിടിക്കാം. എന്നാ പയ്യെ വിളിച്ചു നോക്കാം. വാസു, വാസു. അതെന്തായിരുന്നു? പേടിക്കണ്ട പേടിക്കണ്ട, നമുക്കൊന്നും പറ്റിയില്ല. ഇനിയാണ് നിൽക്കുന്ന അപകട. വേഗം തന്നെ തപ്പി കണ്ടുപിടിക്കണം. വാ വാ. ആരും കൂട്ടം തെറ്റി പോയത് ഇല്ല. നീ ആ വിൻഡോ കണ്ടോ? അതിൽ കൂടി നോക്കിയാലോ? ഒരാൾ പോയി നോക്കിട്ട് വാ. ഞാൻ തന്നെ പോവാ. ആരും അനങ്ങല്ലേ. വാസു, വാസു. ദേ വാസു ഇവിടെയുണ്ട്. ശരിക്കും? അതെ, ഇവിടെയുണ്ട്. വാ, നമുക്ക് ഇങ്ങോട്ട് പോവാം. പകുതി സമാധാനായി. അതെ, അവൻ എന്ത് ചെയ്യും അവിടെ? അവന് കുഴപ്പമൊന്നുമില്ല. അവനെ കെട്ടിയിട്ടേക്കുക. പ്രേതം എങ്ങനെ കെട്ടിയിടും? ആ, എന്തെങ്കിലും നമുക്ക് നോക്കാം. ഹലോ, ഇത് ഞാനാ. ഒരു കുട്ടീനെ ഇവിടുന്ന് കടത്താനുണ്ട്. എത്രയും പെട്ടെന്ന് വരണം. നിങ്ങൾക്ക് വഴിയറിയില്ലെന്നോ? എന്നാ ഞാൻ ദേ വരുന്നു. ഒരാളെ കിട്ടിയോളൂ. ഞാൻ ദാ വരുന്നു. വേറൊന്നുമില്ല, പാവത്തിന്റെ ബോധം പോലെയായിരിക്കും. വാ, നമുക്ക് എടുത്തോണ്ട് പോവാം. ശരി എന്നാ, വാ എടുത്തോ. ശ്രദ്ധിച്ചു വേണം പോവാൻ. വന്ന വഴി തന്നെ ഇറങ്ങാം. അവിടെ ആരും ഉണ്ടായില്ലല്ലോ.